എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സിൻ്റെ വീഡിയോ ആണ്. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പഴുത്തിട്ടുള്ള കുറച്ച് ചെറുപഴം എടുത്തിട്ടുണ്ട്. ഇത് രസകദളിപ്പഴമാണ്. ഇത് ഒരു 10-12ഓളം പഴം എടുത്തിട്ടുണ്ട്. ഇത്രയും പഴം ചേർക്കുന്നത് കൊണ്ട് തന്നെ ഇതിലേക്ക് ശർക്കരയോ പഞ്ചസാരയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ പഴത്തിന് തന്നെ നല്ല മധുരം ഉണ്ടാകും. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുകയും ചെയ്യും. പഴം തൊലി കളഞ്ഞ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എല്ലാ പഴവും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് തേങ്ങ തിരികിയതും 1 ഗ്ലാസ് വറുത്ത അരിപ്പൊടിയുമാണ് എടുത്തിട്ടുള്ളത്. എടുത്തു വെച്ച തേങ്ങ പഴത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് തന്നെ അരിപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനിയും 1 സ്പൂണ് ജീരകവും 2 ഏലക്കായും കൂടി പൊളിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഏലക്കായും ജീരകവും കൂടി ഒന്ന് ചതച്ചെടുക്കാം. ചതച്ചെടുത്തതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം. പഴം നന്നായിട്ടങ്ങ് ഉടയ്ക്കേണ്ട. ഇടയ്ക്ക് ചെറിയ ഒരു കഷ്ണം കിടക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും. ഇത് പുഴുങ്ങി വരുമ്പോഴത്തേക്ക് അത് കഴിക്കുമ്പോൾ ആ പഴത്തിൻ്റെ ആ ചെറിയ കട്ടിയും കൂടെ കാണുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. കൈ കൊണ്ട് പയ്യെ ഒന്ന് കുഴച്ചെടുക്കാം. വെള്ളത്തിൻ്റെ ആവശ്യം വരില്ല. ഈ പഴത്തിൻ്റെ ഇതുകൊണ്ട് തന്നെ ആ മാവ് കുഴഞ്ഞ് കിട്ടും. ഇപ്പം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് പഴത്തിൻ്റെ കഷ്ണങ്ങളുണ്ട്, അതങ്ങനെ കിടക്കുന്നതാണ് നല്ലത്. ഇനിയും ഇത് ഒരു ഇലയിലേക്ക് വട്ടയിലയാണ് എടുത്തിട്ടുള്ളത്. വട്ടയിലയോ വാഴയിലയോ പ്ലാവിലയോ എന്ത് വേണം ഇതിനെ എടുക്കാവുന്നതാണ്. ഇലയില്ലെങ്കിൽ ഇഡ്ഡലി തട്ടിൽ വെച്ച് പുഴുങ്ങിയെടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഇതിന് ഓരോ സ്പൂണ് ഇലയിലേക്ക് വെച്ച് മടക്കിയെടുക്കാവുന്നതാണ്. ഇങ്ങനെ അപ്പം ഉണ്ടാക്കുമ്പോൾ 2-3 ദിവസം ഫ്രിഡ്ജിൽ വയ്ക്കാതെ തന്നെ പുറത്തിരുന്നാലും കേടാവാതെ ഇരിക്കും. നമുക്ക് യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കുറച്ച് ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ 2-3 ദിവസം ഉപയോഗിക്കാൻ പറ്റും. തണുക്കും തോറും നല്ല ടേസ്റ്റാണ് ഈ അപ്പത്തിന്. എല്ലാം ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. എല്ലാം ഇപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയും ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ച് അത് നന്നായിട്ട് തിളച്ചതിന് ശേഷം അതിലേക്ക് വെച്ച് കൊടുക്കുക. ആവി പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു 10 മിനിറ്റ് സ്റ്റൗ സിമ്മിലാക്കി വയ്ക്കുക വേണ്ടു. അപ്പോഴത്തേക്ക് അപ്പം റെഡി ആയിട്ടുണ്ടാകും. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ലപോലെ വെന്തിട്ടുണ്ടാകും. ഇതിനി തണുത്തതിന് ശേഷം എടുക്കാവുന്നതാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ. താങ്ക് യു.